ഗ്രൂപ്പ്, സോഷ്യൽ ഗ്രൂപ്പ്. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. എന്താണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു കൂട്ടം ആളുകൾ അടങ്ങിയിട്ടുള്ള ഒന്നിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 6 ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. ഐ ആം വാസ്ല, യുവർ സോഷ്യോളജി ഫാക്കൽറ്റി. ദിസ് ഈസ് ഡിസോണ ലൈബ്രറി ക്യാമ്പസ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 6 ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ആണ്. ആദ്യം നമുക്ക് എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്, അല്ലെ? സാമൂഹിക ഗണം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കണം. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അടങ്ങിയിട്ടുള്ള ഒന്നിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രത്യേകതകളും മറ്റു കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോ പരസ്പരം ഇടപഴകുകയും സമാന സ്വഭാവങ്ങളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും പങ്കിട്ട് ഒരു പ്രത്യേക യൂണിറ്റായി ജീവിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് എന്തെന്നറിയപ്പെടുന്നത്? സാമൂഹിക ഗണം അഥവാ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് പരസ്പരം ഇടപഴകുന്ന, അല്ലെ? പരസ്പരം അവർക്ക് ഇടപഴകുന്ന സ്വഭാവങ്ങളും സമാന സ്വഭാവങ്ങളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളെല്ലാം പരസ്പരം പങ്കിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? സോഷ്യൽ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു ഗ്രൂപ്പുകളുടെ പ്രത്യേകത എന്താണ്? വലുപ്പം, ഘടന, ഉദ്ദേശം എന്നിവയിൽ എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ ഗ്രൂപ്പിന്റെയും വലുപ്പത്തിലും ഘടനയിലും ഉദ്ദേശത്തിലൊക്കെ എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. കൂടാതെ വ്യക്തികളുടെ ആ ഒരു ഗ്രൂപ്പിൽ അടങ്ങിയിട്ടുള്ള വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ എന്തിന് വലിയ പങ്കുണ്ട്? ഗ്രൂപ്പുകൾക്ക് വലിയ പങ്കുണ്ട്. ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ അടങ്ങിയിട്ടുള്ള വ്യക്തികളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ എന്തിന് വലിയ പങ്കുണ്ട്? ആ ഒരു ഗ്രൂപ്പിന് എന്തുണ്ട്? വലിയ പങ്കുണ്ട്. നമുക്ക് ഉദാഹരണം, അല്ലെ? കുറച്ച് ഗ്രൂപ്പുകൾക്ക് ഉദാഹരണം നമുക്ക് നോക്കാം. ഏതൊക്കെ? കുടുംബം, തീർച്ചയായിട്ടും ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പാണ്. അതേപോലത്തെ സുഹൃത്ത് ബന്ധുക്കൾ, ക്ലബ്ബുകൾ, ടീമുകൾ, കമ്മ്യൂണിറ്റികൾ എന്നിവയെല്ലാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഗ്രൂപ്പിന്റെ സവിശേഷതകൾ നോക്കാം, അല്ലെ? പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സ്വഭാവ സവിശേഷതകൾ നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? അംഗങ്ങൾക്കിടയിൽ പരസ്പര പ്രവർത്തനം. അതായത് ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കിടയിൽ എന്തുണ്ടായിരിക്കും? പരസ്പര പ്രവർത്തനം ഉണ്ടായിരിക്കും. ഒരു കാര്യം, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഒരു കോപ്പറേഷൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് പരസ്പര അവബോധം, അല്ലെ? അവർക്ക് തീർച്ചയായിട്ടും ആ ഗ്രൂപ്പുകൾക്കിടയിൽ പരസ്പരം എന്തുണ്ടായിരിക്കും? അവബോധം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? സഹകരണം, അല്ലെ? ഒരു കോപ്പറേഷൻസ് ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഉണ്ടായിരിക്കും. ഐക്യം, നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണെന്നുള്ള ഒരു ഐക്യബോധം ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഉണ്ടായിരിക്കും. പിന്നെ എന്തുണ്ടായിരിക്കും? പൊതു താല്പര്യങ്ങൾ, അല്ലെ? ആ ഒരു ഗ്രൂപ്പിന് എന്തുണ്ടായിരിക്കും? ഒരു താല്പര്യം ഉണ്ടായിരിക്കും. ആ താല്പര്യത്തെ ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിയമങ്ങളും നിയന്ത്രണങ്ങളും. ഒരു ഗ്രൂപ്പ്, ഏതൊരു ഗ്രൂപ്പായാലും സൊസൈറ്റിയിലുള്ള ഏതൊരു ഗ്രൂപ്പും നിലനിന്ന് പോകണമെങ്കിൽ എന്താവശ്യമാണ്? നിയമങ്ങളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. പിന്നെന്താണ്? ഒരാൾക്ക് ഒരു ഗ്രൂപ്പിൽ എങ്ങനെ ചെയ്യാം? ഔപചാരികമോ അനൗപചാരികമോ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അംഗമാകാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒരു ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗ്രൂപ്പ് എന്താന്ന് നമ്മൾ പറഞ്ഞു, ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു, അല്ലെ? എന്തൊക്കെയാണ് ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? അംഗങ്ങൾക്കിടയിൽ പരസ്പര പ്രവർത്തനം, പരസ്പര അവബോധം, സഹകരണം, യൂണിറ്റി, പൊതു താല്പര്യങ്ങൾ, നിയമങ്ങളും നിയന്ത്രണങ്ങളും. ഒരാൾക്ക് ഒരു ഗണത്തിൽ ഔപചാരികമോ അനൗപചാരികമോ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പങ്കുചേരാൻ പറ്റും. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്. ഗ്രൂപ്പിനെ പ്രധാനമായിട്ട് 3 എണ്ണാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ് ആൻഡ് ടെർട്ടറി ഗ്രൂപ്പ്. ഒന്നാമത്തെ പ്രൈമറി ഗ്രൂപ്പ് അഥവാ പ്രാഥമിക ഗണം. എന്താണ് ഈ പ്രാഥമിക ഗ്രൂപ്പ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കിടയിൽ വളരെ അടുത്ത ബന്ധമായിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു പ്രാഥമിക ബന്ധത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു പ്രാഥമിക ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഒരു അടുത്ത ബന്ധം ഉണ്ടായിരിക്കും. വ്യക്തിപരമായിട്ടുള്ള ബന്ധമായിരിക്കും അവർക്കിടയിൽ ഉണ്ടാകും, അല്ലെ? ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളിൽ ഒരു പേഴ്സണൽ ആയിട്ടുള്ള, ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കും. നെക്സ്റ്റ്
പോയിന്റ് എന്താണ്? മുഖാമുഖ ബന്ധം അല്ലെ, ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് ആ ഒരു ഗ്രൂപ്പിൽ പെട്ട ആളുകൾക്കിടയിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? സഹകരണം അല്ലെ, ആ ഗ്രൂപ്പിലുള്ള ഓരോ ആളുകളും പരസ്പരം സഹകരണം ഉണ്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും. പിന്നെന്താണ്? ബന്ധങ്ങൾക്കിടയിൽ സാധാരണ സ്വഭാവം അല്ലെ, അവർക്കിടയിൽ ഉണ്ടാവുന്ന ആ ഒരു ബന്ധത്തിൽ സാധാരണപരമായിട്ടുള്ള സ്വഭാവമായിരിക്കും, അല്ലാതെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വഭാവം ഒന്നും ഉണ്ടായിരിക്കില്ല. എണ്ണവും വലുപ്പവും പൊതുവെ ഈ ഒരു പ്രാഥമിക ഗണം അഥവാ പ്രൈമറി ഗ്രൂപ്പിന്റെ കുറവായിരിക്കും. ഉദാഹരണത്തിന് ഏതൊക്കെയാണ്? ഫാമിലി, ഫ്രണ്ട്സ്, പിയർ ഗ്രൂപ്പ്, നെയ്ബേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്തിനു ഉദാഹരണമായിട്ട് പറയാൻ പറ്റും? പ്രാഥമിക ഗണം അഥവാ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ്, അതായത് ദ്വിതീയ ഗണം. എന്താണ് ദ്വിതീയ ഗണം എന്ന് പറഞ്ഞാല്? വ്യക്തിപരമല്ലാത്ത ബന്ധമായിരിക്കും തീർച്ചയായിട്ടും ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഉണ്ടാവും അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായി പ്രൈമറി ഗ്രൂപ്പിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധമായിരിക്കും, എന്നാൽ ഈ ഒരു സെക്കൻഡറി ഗ്രൂപ്പിൽ എന്തായിരിക്കില്ല? വ്യക്തിപരമല്ലാത്ത ബന്ധമായിരിക്കും. നെക്സ്റ്റ് എന്താണ്? ഔപചാരികവും അല്ലെ, ഔപചാരികവും പരോക്ഷമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കും ഈ ഒരു സെക്കൻഡറി ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഉണ്ടായിരിക്കുക. പിന്നെ വലുപ്പവും എണ്ണവും എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായി പ്രൈമറി ഗ്രൂപ്പിന്റെ വലുപ്പം എണ്ണം കുറവാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് എത്തുമ്പോൾ അതിന്റെ വലുപ്പവും എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ലക്ഷ്യത്തിനായിരിക്കും പ്രാധാന്യം. എന്തിന്? ലക്ഷ്യത്തിനായിരിക്കും എന്ത് കൊടുക്കുന്നുണ്ടാകും? ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടാകുക. നിയമങ്ങളും നിയന്ത്രണങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു സെക്കൻഡറി ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. സെക്കൻഡറി ഗ്രൂപ്പിൽ എന്തുണ്ടായിരിക്കും? നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കും. നമുക്ക് ഉദാഹരണമായിട്ട് സ്റ്റഡി ഗ്രൂപ്പ്, സ്പോർട്സ് ടീമുകളൊക്കെ എന്തിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും? സെക്കൻഡറി ഗ്രൂപ്പുകൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. കാരണം അവിടെ ലക്ഷ്യത്തിനായിരിക്കും പ്രാധാന്യം, നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കും. വ്യക്തിപരമല്ലാത്ത ബന്ധങ്ങളായിരിക്കും ഈ ഒരു സെക്കൻഡറി കാറ്റഗറിയിൽ പെടുന്ന ഗ്രൂപ്പുകൾക്ക് ഉണ്ടാകുക. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണാണ് ഏത്? ടെർട്ടറി ഗ്രൂപ്പ്, അതായത് തൃതീയ ഗണം. ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? വളരെ അകന്ന ബന്ധമായിരിക്കും ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഉണ്ടാവുക. അതുപോലെ നിയമങ്ങളും നിയന്ത്രണങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു തൃതീയ അല്ലെ, ഈ ഒരു ടെറിട്ടറി ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കിടയിൽ ഉണ്ടായിരിക്കും. വലുപ്പവും എണ്ണവും ഈ ഒരു പ്രൈമറി ഗ്രൂപ്പ് സെക്കൻഡറി ഗ്രൂപ്പിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വലുതായിരിക്കും. ഉദാഹരണമായിട്ട് നമുക്ക് ലേബർ യൂണിയന്, അതേപോലെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എന്തിന് ഉദാഹരണമായിട്ട് കൊടുക്കാൻ പറ്റും? ഈ ഒരു ടെറിട്ടറി ഗ്രൂപ്പുകൾക്ക് ഉദാഹരണമായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഇത്ര മാത്രം, എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് അല്ലെ. നെക്സ്റ്റ് വൺ എന്താണ്? സോഷ്യൽ ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ദെൻ സോഷ്യൽ ഗ്രൂപ്പ് അല്ലെ, അതിനെ 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിന്റെ ടൈപ്പുകളായിട്ടുള്ള ഒന്നാമത്തെ പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ് ആൻഡ് ടെറിട്ടറി ഗ്രൂപ്പ്. ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്റർ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വി ഫീലിംഗ് മാർക്ക് ദ പ്രൈമറി ഗ്രൂപ്പ്. അതായത് വി ഫീലിംഗ് എന്താണ്? ഈ ഒരു പ്രൈമറി ഗ്രൂപ്പിലാണോ ഉള്ളത്? അതായത് ആളുകൾക്കിടയിൽ ഒരു ഐക്യം, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ആ ഒരു ചിന്ത, ഈ ഒരു വി ഫീലിംഗ് ഉള്ള ഇത് പ്രൈമറി ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ ചോദിച്ചിട്ടുള്ളത്? എന്താണ്? അത് ട്രൂ ആണ് അല്ലെ, നമുക്കറിയാം അത് ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ദ ടെറിട്ടറി ഗ്രൂപ്പ്. തീർച്ചയായിട്ടും ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഈ ഒരു ടെറിട്ടറി ഗ്രൂപ്പിലാണോ ചോദിച്ചിട്ടുള്ളത്? നമുക്കറിയാം അതിന്റെ ഉത്തരം തെറ്റാണ്. കാരണം ടെറിട്ടറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്കിടയിൽ ഒരു പരസ്പര ബന്ധോ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ, മുഖാമുഖ ബന്ധം ഒന്നും അവർക്കിടയിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഫാൾസ് ആണ്, തെറ്റാണ് അതിന്റെ ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻ വാട്ട് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഈസ് ടു ഫുൾഫിൽ ദ സ്പെസിഫിക് ഗോൾ. അതായത് സ്പെസിഫിക് ഗോളിനെ ഫുൾഫിൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഏതാണ്? സെക്കൻഡറി ഗ്രൂപ്പ്. കാരണം സെക്കൻഡറി ഗ്രൂപ്പ് ആണ് ലക്ഷ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. അതിലൂടെ നമ്മുടെ സ്പെസിഫിക് നീഡ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. Then fourth question എന്താണ്? ഇൻ വാട്ട് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ. ഏത് ടൈപ്പ് ഓഫ് ഗ്രൂപ്പിലാണ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഉള്ളത്? ഏത് ടൈപ്പ് ഓഫ് ഗ്രൂപ്പിലാണ് അല്ലെ? ഏത് ടൈപ്പിലാണ് അല്ലെ? നമുക്കറിയാം ഏതിലാണ്? പ്രൈമറി ഗ്രൂപ്പിലാണ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് ഉള്ളത്. ഫിഫ്ത് വൺ ക്വസ്റ്റ്യൻ ഏതാണ്? ഡാഷ് ആർ ദ യൂണിറ്റ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ യൂണിറ്റ് ആയിട്ട് പറയുന്ന ഏതാണ്? ഗ്രൂപ്പ്. തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പാണ് എന്ത്? സൊസൈറ്റിയുടെ യൂണിറ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്?
ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. അല്ലെ, സോഷ്യൽ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകളെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ സ്വഭാവ സവിശേഷതകളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഷ്യൽ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയും ഗ്രൂപ്പും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താ ചോദിച്ചിട്ടുള്ളത്. അല്ലെ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സൊസൈറ്റി, അതുപോലെ തന്നെ അസോസിയേഷൻ, കമ്മ്യൂണിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയും ഈ ഒരു ഗ്രൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് സോഷ്യൽ ഗ്രൂപ്പ്. എന്താണ് സാമൂഹ്യ ഗണം എന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് സൊസൈറ്റി. നമ്മളെ സൊസൈറ്റിയും അതുപോലെ തന്നെ ഗ്രൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ചാപ്റ്റർ 6 ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ആയിരുന്നു. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് എന്താന്ന് പഠിച്ചു, സോഷ്യൽ ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, സോഷ്യൽ ഗ്രൂപ്പിന്റെ 3 ടൈപ്പുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ് ആൻഡ് ടെർട്ടറി ഗ്രൂപ്പും. പിന്നെ ഈ ഒരു ചാപ്റ്ററിന് വരാൻ ചാൻസ് ഉള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളും നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ കൃത്യമായ രീതിയിൽ കേൾക്കുക, എല്ലാതും കൃത്യമായ രീതിയിൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.